ഹലോ, ഹായ്. എല്ലാ സൗഹൃദങ്ങൾക്കും സ്നേഹം. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. ദേവാദിദേവൻ മഹാദേവൻ അർദ്ധനാരീശ്വരൻ ഈ പ്രകൃതി പോലും ചൈതന്യം കൊണ്ട് നിറഞ്ഞതാണ്. നമ്മുടെ ഓരോ സ്പന്ദനങ്ങളെയും അറിയുന്ന ചൈതന്യമാണ് മഹാദേവൻ. ഭഗവാനെ ഭജിക്കാനായി നമുക്കൊരു പ്രത്യേക ദിവസമോ സമയമോ ഒന്നും ആവശ്യമില്ല. എങ്കിൽ കൂടി ഭഗവത് ചൈതന്യം ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രവഹിക്കുന്ന ദിനമാണ് മഹാശിവരാത്രി ദിവസം. മഹാശിവരാത്രി ദിവസം രാത്രി ഉറക്കമൊഴിഞ്ഞ് നാം ഭഗവാനെ അർച്ചനകൾ കൊണ്ടും മന്ത്രങ്ങളും ഒക്കെ കൊണ്ട് ഭജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും തീർന്നു കിട്ടുമെന്നും നമുക്ക് ജീവിതത്തിൽ മോക്ഷം കിട്ടുമെന്നുമാണ് വിശ്വാസം. എന്തായാലും നിങ്ങൾ ഭഗവാനെ വിശ്വസിച്ചാൽ ഉറപ്പായും നിങ്ങൾക്കൊപ്പം എല്ലായ്പ്പോഴും ആ ഭഗവത് ചൈതന്യം ഉണ്ടായിരിക്കും. മഹാദേവൻ തന്നെയാണ് ഈ പ്രകൃതിയിലെ ഓരോ സ്പന്ദനങ്ങളും അടങ്ങിയിരിക്കുന്നത് ആ ചൈതന്യമാണ്. മഹാദേവനെ നാം ദർശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ നാഗം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ഭസ്മം എന്ന് വേണ്ട ത്രിശൂലം, ഇങ്ങനെ ഓരോന്നും നമുക്ക് ഭഗവാന്റെ കൈവശം കാണാൻ സാധിക്കും. ഇതിനെല്ലാം പ്രത്യേകം അർത്ഥങ്ങളുണ്ട്. ഭഗവാന്റെ കഴുത്തിലെ നാഗം അതെപ്പോഴും തല ഉയർത്തിയാണ് കാണപ്പെടുന്നത്. എല്ലാ മനുഷ്യരും എല്ലായ്പ്പോഴും ജാഗരൂകരായിരിക്കണം എന്നതാണ് അതിൻ്റെ സന്ദേശം. മഹാദേവന്റെ കൈകളിൽ നാം കാണുന്ന ത്രിശൂലം അത് സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവയെല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭഗവാന്റെ ശരീരത്തിൽ കാണുന്ന ഭസ്മം അത് ആ മനുഷ്യരും അവസാനം ഈ ഭസ്മമായി തീരുന്നു. ഇതിനുമപ്പുറമാണ് ഭഗവത് ചൈതന്യമെന്ന് നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഓർക്കുക, ഭഗവാനെ നിങ്ങൾ ഭജിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളിലേക്കുള്ള വഴി, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഉള്ളിലാണ് മഹാദേവനുള്ളത്. ആ മഹാദേവനെ തിരിച്ചറിയാൻ